ശ്രീ VP മുസ്തഫ, ഇതിൻ്റെ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ തുടക്കം മുതൽ ഇന്ന് വരെ ഈ കോടതി SBIക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകുന്നത് വരെ CPIM ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോണി കെ ബേബി ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നില്ല. കോൺഗ്രസിന് കിട്ടിയ ഇലക്ട്രൽ ബോണ്ട് തുകയെക്കുറിച്ചൊന്നും അദ്ദേഹം പരാമർശം നടത്തിയില്ല. അദ്ദേഹം അക്കാര്യം പരാമർശിക്കുമായിരിക്കും. ഇത് നോക്കൂ, ഒരു തരത്തിലുള്ള സുതാര്യതയും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്നും വലിയ രീതിയിൽ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുകയും ജൂൺ 30 ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ കഴിയില്ല, നാളെ തന്നെ വിവരങ്ങൾ നൽകണമെന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBIയോട് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ സുതാര്യമാണോ കാര്യങ്ങൾ? സ്വതന്ത്ര ഇന്ത്യയിൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും പ്രതിസന്ധി നേരിട്ട അപൂർവം ചില സന്ദർഭങ്ങളിൽ കോടതികളിൽ നിന്ന് ഇങ്ങനെ ചില ഉയർത്തിപ്പിടിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി അദ്ദേഹത്തിന് വിശദമായിട്ട് പറയാൻ വേണ്ടി കഴിയും. അത് എങ്ങനെയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിക്കാനിടയായത്? സുപ്രീം കോടതിയുടെ ഒരു വിധിയായിരുന്നല്ലോ. ജനാധിപത്യത്തെ മാനിക്കുന്ന ഒരു വിധി പ്രഖ്യാപിച്ചപ്പോഴാണ് അന്ന് അമിതാധികാര പ്രവണതയോടുകൂടി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. അതുപോലെ ചില സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് കോടതികളിൽ നിന്ന്. എല്ലായ്പ്പോഴും കോടതികൾ ശരിയല്ലെങ്കിലും ഇങ്ങനെ ചില ശരികൾ കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ ഉള്ള ഒരു വിധിയാണ് നേരത്തെ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയും ഇന്നിപ്പോൾ ആ വിധിയുടെ തുടർച്ചയിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ള നിലപാടും എന്ന് പറയുന്നത്. BJPയുടെ ഒരു വലിയ അവകാശവാദമായിട്ടുണ്ടായിരുന്നത്, മോഡിയുടെ ഒരു വലിയ അവകാശവാദമായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അഴിമതി രഹിതരാണ് എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ വലിയ നിലയിൽ കുടുംബവാഴ്ചയും അഴിമതിയുമാണ്, ഞങ്ങളിത് RSSന്റെ ബാക്ക്ഗ്രൗണ്ടാണ്, ഞങ്ങൾ അഴിമതി. പക്ഷേ RSS നിയന്ത്രിക്കുന്ന മോഡി ഭരണം സമൂലം അഴിമതിയാണ്. അത് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന് പറയാവുന്ന വിധത്തിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ കാലത്ത് ഓരോ നേതാവും അധികാരത്തിലിരിക്കുന്ന ഓരോ മന്ത്രിയും വെട്ടിക്കൊണ്ടുപോയെങ്കിൽ ഇവിടെ RSSന്റെ കേഡർ സ്വഭാവം പോലെ തന്നെ സംഘടിതമായ ഒരു കൊള്ളയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യം. ആ സംഘടിത കൊള്ളക്ക് ഇവരിട്ട ഒരു ഓമന പേരാണ് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത്. കൊടുക്കുന്നവരും അറിയണ്ട, വാങ്ങിക്കുന്നവരും അറിയണ്ട എന്നുള്ള നിലയിൽ വളരെ രഹസ്യാത്മക സ്വഭാവത്തിലേക്ക് അവരുടെ RSSന്റെ ബുദ്ധിശാലകളിൽ നിന്ന് രൂപമെടുത്ത ഒന്നാണിത്. ഇത് നഗ്നമായ അഴിമതിക്ക് വേണ്ടി അധികാരം ഉപയോഗിച്ച് ഈ കോർപ്പറേറ്റ് ശക്തികളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ BJPക്ക് ഈ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സൗജന്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഈ കേന്ദ്ര ഭരണം, മോഡി ഭരണം നടത്തുന്ന സൗജന്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൈപ്പറ്റുന്ന അഴിമതി തന്നെയാണ്. അതിന് ഒരു നിയമ സ്വഭാവം കൊണ്ടുവന്നതാണ്. അതിനുവേണ്ടി എന്തെല്ലാം നിയമങ്ങൾ മാറ്റം വരുത്തിയവർ? നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തി, ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരാൻ വേണ്ടി. ആ ഇൻകം ടാക്സ് ആക്ടിൽ ഭേദഗതി വരുത്തി, നമ്മുടെ കമ്പനി നിയമത്തിൽ ഭേദഗതി വരുത്തി. ഇങ്ങനെ പാർലമെന്റിൽ 3-4 നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. പക്ഷേ റിസർവ് ബാങ്ക് അന്ന് എതിർത്തു. 2017 ഈ നിർദ്ദേശം വന്നപ്പോൾ റിസർവ് ബാങ്ക് എതിർത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അന്ന് നെഗറ്റീവ് നിലപാടാണ് എടുത്തത്. എന്നിട്ടും RSSന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് ഈ സംഘടിതമായ അഴിമതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം, അതാണ് ഭാഗ്യവശാൽ ഇന്നിപ്പോ സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ച വലിയ നീതിബോധം. അത് മറച്ചുവെക്കാൻ, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറച്ചുവെക്കാനുള്ള ശ്രമത്തിനേറ്റ തിരിച്ചടിയാണ് ഇന്നത്തെ വിധി. ശരി.